ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഹൈറിച്ചിനെ എതിർക്കുന്ന ആൾക്കാരും ശരിക്കും കാണണം കേട്ടോ ഈ വീഡിയോ. ഒന്നുമല്ല, ഞാൻ ഒരു പ്രവാസിയാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി 14-ാമത്തെ വയസ്സിൽ തന്നെ. ഇപ്പം എനിക്കൊരു 38 വയസ്സായി. എനിക്ക് നാട്ടിൽ പോയി സെറ്റിലാവണം, കാര്യങ്ങളെല്ലാം ഉണ്ട്, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പം പ്രവാസിയാണ്. അങ്ങനെ എന്നെ ഈ ഐറിച്ചിൽ ഞാനായിട്ട് ചേർന്നതല്ല, എന്നെ ചേർത്തിയതാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ഫാമിലി മെമ്പർ. അപ്പം അസമയത്ത് തന്നെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം കുടായിപ്പാണ്, ഇത് മണി ചെയിൻ പോലെയാണുള്ളത്, ശരിയല്ല, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പം പിന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. അവളെന്നെ ഞെട്ടിട്ട്, നീ ഇതൊന്നും ആരോട് ചോദിക്കല്ലേ, ഗ്രൂപ്പിലൊന്നും പറയല്ലേ, ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇതെന്നും. പിന്നെ എന്താക്കി, അവളൊരു വാക്കുമേൽ പിന്നെ ഞാൻ ഗ്രൂപ്പിലൊന്നും ഇല്ല, എൻ്റെ മൈൻഡ് പോയില്ല. പിന്നെ അതേപോലെ അയച്ചിട്ടുള്ള സമയത്ത് തന്നെ അവരുടെ പ്ലാനിങ് കാര്യങ്ങളും ആഴ്ചക്കാർക്ക് പൈസ കിട്ടുന്നെല്ലാം വിചാരിച്ചാ ഇത് കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗൾഫൊക്കെ വിട്ടിട്ട് നാട്ടിൽ പോയിട്ട് നിൽക്കാം, ചെറിയ ചെറിയ കച്ചവടങ്ങളോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം. നമുക്കുണ്ടല്ലോ ആഗ്രഹം, ഫാമിലിയും കുട്ടികളും ഭാര്യയും ഉമ്മയും ഉപ്പയെല്ലാം ആയിട്ട് കൂടെ ജീവിക്കണം എന്നല്ല, അവരൊക്കെ നല്ലോണം നോക്കണം എന്നുള്ളത്. അങ്ങനെ നിന്ന സമയത്ത് എനക്കന്നേരം ഫുള്ള് ഐറിച്ചെന്നെയാ ശരിയെന്ന് തോന്നിയ സമയത്ത് ഐറിച്ചിനായിട്ട് കുറേ ബാധിച്ച്. ഞാൻ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഐറിച്ചിനായിട്ട് പറഞ്ഞത് ഐറിച്ച് തിരിച്ചു വരും, ഐറിച്ച് നേരുള്ള കമ്പനിയാണ്, നേരാണെങ്കിൽ എന്തായാലും തിരിച്ചു വരും, നേരല്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ ഞാൻ സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പം എന്നെ പറയുന്നുണ്ടാവും, രണ്ട് വള്ളത്ത് കാല് കുത്തിയവന് പിന്നെ അങ്ങനെ ഇങ്ങനെ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് പറയുന്നത്, ഇതൊന്നുമല്ല. എൻ്റെ മനസാക്ഷി, എൻ്റെ ബുദ്ധി, എനിക്ക് ശരിയെന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ആരോടൊരു വെറുപ്പുമില്ല, വിരോധമില്ല, നിങ്ങൾ ആരാന്ന് അറിയയില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഹൈറിച്ച് കമ്പനി ചെയ്യുന്ന ചതി ഞാനും ചെയ്ത പോലെ ആവും നിങ്ങളോട്. നിങ്ങൾ ലക്ഷങ്ങളിട്ട ആളുകളുണ്ട്, കോടികളിട്ട ആളുകളുണ്ട്. അന്ന് എന്നെ കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റൂല. പക്ഷെങ്കിലോ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു കോയിൻ്റെ രണ്ട് വശം കൂടി നോക്കണം. ഒരു സൈഡ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ, ഈ എക്സാമ്പിൾ നമ്മൾ കോടതിയിൽ പോലും 2 വശങ്ങളും നോക്കിയിട്ടാണ് അവർ വിധി കൽപ്പിച്ചത് തന്നെ. ഫ്രീസാക്കിയതും പിന്നെ അതേപോലെ തന്നെ പെർമനന്റ് ഫ്രീസാക്കിയൊക്കെയും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറ. പിന്നെ എന്താ പറയുക, ഇതേപോലെ തന്നെ ഇതിനു മുമ്പ് വേറൊരു കമ്പനിയിൽ ജോയിൻ ആക്കിയിട്ടുണ്ടായിരുന്നു, ക്യൂനട്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരാളെ ചതിക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കുകയില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയില്ല. എക്സാമ്പിൾ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ട് ഞാൻ എപ്പം ഇതാക്കും. നമ്മളിപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എല്ലാ സാധനമൊന്നും പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാനിപ്പോൾ ഫോൺ വിൽക്കുന്നത്, ഇപ്പോൾ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. അങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള ഇതുണ്ടല്ലോ, അവർ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ തന്നെ അവർ എങ്ങനെയാണ് അത് സൊല്യൂഷൻ ചെയ്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന് ഇതാക്കേണ്ടത് ഞാൻ എപ്പം മനസ്സിലായി. കാരണം പ്രശ്നങ്ങൾ വരുന്നേരം ഒളിച്ചോടുന്നവനല്ല ഒരു യാഥാർത്ഥ്യ മനുഷ്യൻ. അപ്പം പ്രശ്നങ്ങൾ വരുന്ന അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. ഇപ്പം ഞാൻ സൊല്യൂഷൻ കണ്ടെത്തി അവർക്ക് ഈ ഫോണിന് പകരം വേറൊരു ഗൂഗിൾ പിക്സൽ ഞാൻ കൊടുത്തു, ആ സൊല്യൂഷൻ കണ്ടെത്തി. അങ്ങനെ വേറെ 2-3 കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനെല്ലാം സൊല്യൂഷൻ കണ്ടെത്തി. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഇൻ കേസ് ഞാൻ ഇതിനെപ്പറ്റി ഇനിയും സപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ, അറിഞ്ഞുകൊണ്ടോ അറിയാതെ എനിക്ക് ഒരു സമൂഹത്തിന് എനിക്ക് പറ്റിക്കണം എന്നൊരു ആഗ്രഹമില്ല. ഞാനത്ര പെർഫെക്റ്റും അല്ല, എന്നാലും അതിന് ഞാൻ കൂട്ടുവെക്കുകയില്ല. ഈ പറഞ്ഞുകൊണ്ട് ഇപ്പം കുറേ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, എന്നെ ഇതാക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. ഈ പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കരയുന്ന നേരം എൻ്റെ പേര് നിങ്ങൾ ഓർക്കും, ഞാൻ പറഞ്ഞതാ ശരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഞാനൊരു 10 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെയായിട്ട് അതിന് ഉത്തരവും കിട്ടിയിട്ടില്ല. ഇപ്പം എന്നെ ഇപ്പോൾ ഫുള്ള് വൈറലായിട്ടുള്ളത് പോസിറ്റീവ് ഗ്രൂപ്പുകളിലും നെഗറ്റീവ് ഗ്രൂപ്പുകളിലും ഒക്കെയും എന്നെ അരിച്ചിൻ്റെ ഗ്രൂപ്പ് നല്ല പുറത്താക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് ഗ്രൂപ്പ് പറയുന്നുണ്ടല്ലോ, അതിനെയും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും കമ്പനിയെ പൊട്ടിക്കണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഉണ്ടാകാം, നിഗൂഢമായിട്ടുള്ള ശക്തികൾ ഉണ്ടാകാം, നിഗൂഢമായിട്ടുള്ള ആളുകളുണ്ടാകും. പക്ഷെ എനിക്കങ്ങനത്തെ ഒരു പ്രൂഫ് കിട്ടിയിട്ടില്ല. കിട്ടിയവരുണ്ടാവാം, എനിക്കറിയില്ല. പിന്നെ അതിനായിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയത് വേറെ 2 തരം ആളുകളാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളും, പിന്നെ എന്ന് വെച്ചാൽ നാട്ടിലൊരു അനീതി നടക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളും, പിന്നെ അതേപോലത്തെ ഹൈറിച്ചിലെ ഇരകളും. അങ്ങനെ ഞാൻ പറയാം.
ഐറിച്ചിലെ പൈസ നഷ്ടപ്പെട്ട ആളുകളും ആണ് അതിലുള്ളത്. എക്സാമ്പിൾ, എൻ്റെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ജോയിൻ ആക്കിയ എൻ്റെ സുഹൃത്തിൻ്റെ പൈസ നഷ്ടപ്പെട്ടിന്, ഞാൻ ജോയിൻ ആക്കിയ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പൈസ നഷ്ടപ്പെട്ടിന്, എന്നെ ജോയിൻ ആക്കിയ എൻ്റെ ഫാമിലി മെമ്പറിൻ്റെ പൈസ നഷ്ടപ്പെട്ടിന്. അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? എന്നെപ്പോലെ എത്ര ആൾക്കാരുണ്ട്, എല്ലാവർക്കും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ അവർ എന്താ ചെയ്യുന്നത്? ഐറിച്ച് ഇന്നോവേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ഗ്രോമാർട്ട് എന്ന് പറഞ്ഞ വേറൊരു കമ്പനി തുടങ്ങി. അതേപോലത്തെ വേറൊരു കമ്പനിയും തുടങ്ങി. ഇനി ജാർഖണ്ഡ് പോയിട്ട് അവിടുന്നും വേറെ കമ്പനി തുടങ്ങുകയാണ്. ഓക്കെ, നല്ല ഇരിക്കട്ടെ. എനിക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടി ഞാൻ പറയണേ. ക്യൂനെറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്നെ ജോയിൻ ആക്കി. അവർ പറഞ്ഞു തന്ന പ്രൊഡക്റ്റുകൾ അത് എനിക്ക് തന്നിരുന്നു. ഒരു ഗുണമില്ലാത്ത പ്രൊഡക്റ്റുകൾ. ഒരു എന്താ പറയുക, ട്രിപ്പ് സേവർ എന്ന് പറഞ്ഞൊരു ആപ്പ്, പിന്നെ ഒരു വാച്ച്, പിന്നെ വേറെന്തൊരു സാധനം. അങ്ങനെ 3 ഓപ്ഷനാണ് വെച്ചത്. അപ്പോൾ ഈ ട്രിപ്പ് സേവർ എന്ന് പറഞ്ഞൊരു ആപ്പിലൂടെ ഒരു ബുക്കിങ്ങും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഹോട്ടലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ആപ്പ് ശരിക്കും ഉടായിപ്പ്. വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾവി പോലും ഇല്ലാത്തൊരു ബ്രാൻഡ്. അവർ പറയുന്നത് വെച്ചാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പറ്റിപ്പാണ്. കേരളം കണ്ട വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കാം ആയിരുന്നു ക്യൂനെറ്റ്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ സൈറ, നിങ്ങൾ ഒരാളെ ചേർത്തി കഴിഞ്ഞാൽ $500 നിങ്ങൾക്ക് കിട്ടും, 2 ആളെ ചേർത്തി കഴിഞ്ഞാൽ $1000 കിട്ടും. പക്ഷെ ഞാൻ ഇരുന്ന് ചിന്തിച്ച് നോക്കി, എനിക്കതിൽ ലോജിക്കായിട്ട് വന്നില്ല. ഞാനോ ചതിക്കപ്പെട്ടു. ഞാൻ മറ്റുള്ളവരെ ചതിക്കുന്നതിലും ഞാനും അവരായിട്ട് എന്താ വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ട് എന്താക്കി, എൻ്റെ പൈസ പോയാൽ പോട്ടെ. ഇന്ന് ഞാൻ ചിന്തിക്കുന്ന പോലെ, ഇന്ന് ഞാൻ പ്രതികരിക്കുന്ന പോലെ അന്ന് പ്രതികരിച്ച് എൻ്റെ പൈസ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ചിന്തിച്ചില്ല. അപ്പോൾ ഞാൻ എന്താക്കി, എൻ്റെ പൈസ നഷ്ടപ്പെടുത്തി. പക്ഷെ ഞാൻ ഒരാളെയും ഞാൻ ജോയിൻ ആക്കിയിട്ടില്ല. എൻ്റെ പൈസ പോയാൽ പോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ഈ ഐറിച്ചിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനിപ്പം അവനോട് പറഞ്ഞ, അവന് ഇട്ട പൈസ കിട്ടണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തെങ്കിലും സൊല്യൂഷൻ കാണണം. ഇനിയിപ്പോൾ നാളെ നിങ്ങൾ കരഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് നിൽക്കുന്ന നേരം എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്, എന്നെ ഒരിക്കലും ക്ഷമിക്കരുത്. അത് നടക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതാക്കരുത്. പിന്നെ ഇന്നലെ ഐറിച്ചിനെ എതിർക്കുന്ന ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചെങ്കിൽ, ഇന്ന് ഐറിച്ചിനെ സ്നേഹിക്കുന്ന, ഐറിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐറിച്ചിലെ മെമ്പർമാരാണ് എന്നെ ചീത്ത വിളിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും. അതിൽ യാതൊരുവിധ സത്യാവസ്ഥയില്ല. നിങ്ങൾ വെറുതെ കുറ്റപ്പെടുത്തണം. നിങ്ങൾ എന്നെ അറിയ പോലുമില്ല. എന്നോട് എൻ്റെ പേര് ഒരു 5 മിനിറ്റ് നേരിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ എന്ത് പറയാനാ? അറിയാത്ത ഒരാൾ, എൻ്റെ മനസ്സിനെ പറ്റി അറിയാത്ത ഒരാൾ, ഞാൻ എങ്ങനെയുള്ള ആളെന്ന് അറിയില്ല, ഞാൻ എങ്ങനെയാണ് ഒരു മനുഷ്യരോട് പെരുമാറുന്ന അറിയാത്ത ഒരാൾക്കാരാണ് എന്നെ പറയുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇഷ്ടം. ഞാൻ ഒറ്റൊരു കാര്യം പറയണത്, നിങ്ങൾക്കൊക്കെ നിങ്ങളതായ ബുദ്ധിയുണ്ട്. നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. നാളെ ഒരിക്കലും എന്നെ പറയരുത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതാക്കി വഞ്ചിച്ചു എന്നുള്ളത്. അതിനിപ്പോൾ ഞാൻ ഒരിക്കലും എനിക്കിപ്പോൾ നല്ല ഹാപ്പിയാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് നാളെ എന്നെ ഒരാളും വന്നിട്ട് തുറന്നു പറയില്ല, നീ ഒരു നാട്ടിലൊരു അനീതി നടന്നിട്ട് നീ അതിനെ സപ്പോർട്ട് ചെയ്ത ആളല്ലേ, നിന്റെ വാക്കെല്ലാം ഞാൻ വിശ്വസിച്ചത്. ഇനിയിപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയൊരു ഭയമില്ല, മനസ്സിനൊരു വിഷമവും ഇല്ല. എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങളാരും ഇല്ലയെന്ന് എനിക്കറിയാം. നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്താക്കാണ്, ഞാൻ വെക്കുകയാണ് കേട്ടോ. ഓക്കെ, ബൈ. എനിക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ട. ഐറിച്ച് എന്ന് പറഞ്ഞത് ജീവിതത്തിലൊരു പാട്ടായിട്ട് സംഭവിച്ചൊരു സംഭവ വികാസമായിട്ട് ഞാൻ വിട്ടേച്ച് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനൊരു റിസൾട്ട് ഉറപ്പാണ്. ഓക്കെ, ബൈ.